മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ വിമർശനം ശക്തമാക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ഉത്തരവാദിത്വം നിറവേറ്റണം. ജനങ്ങൾ ദുരിതത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കണം. മന്ത്രിമാരെ ചുമതലയേൽപ്പിച്ച് മാറി നിൽക്കേണ്ട ആളല്ല മുഖ്യമന്ത്രി എന്നുമാണ് വിമർശനം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ തൊട്ടു മുമ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം തന്നെ എടുത്താൽ മതി. ഇവിടെ ജനങ്ങൾ ദുരിതത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ചിക്കനുമായിട്ടുള്ള പിടിവലി നടത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ പോയതും അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതുമൊക്കെ നമുക്കറിയാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ അത് പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഏത് പ്രതിപക്ഷമാണെങ്കിലും അത് ആയുധമാക്കുമെന്ന തർക്കമില്ല. അങ്ങനെ കാര്യമായ വീഴ്ചകൾ വന്നു എന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നുണ്ടോ, അതോ ഇതൊക്കെ പ്രതിപക്ഷ ആരോപണം എന്ന നിലയ്ക്കാണോ? എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ ശക്തമായ ആയുധമാക്കി മാറ്റുന്നത്? ദിവിഷ്, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വലിയ തരത്തിലുള്ള വിമർശനമായി ഉയർന്നു വന്നത് പുനർജനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഒപ്പം തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ തരത്തിൽ സമരത്തിലേക്ക് പോകാനായിരുന്നു LDFിൻ്റെ തന്നെ തീരുമാനം. എന്നാൽ അപ്പോഴാണ് മഴക്കെടുതിയും മഴയുടെ പ്രശ്നങ്ങളുമൊക്കെ തന്നെ ഉണ്ടായത്. അതിന് പിന്നാലെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ, പ്രത്യേകിച്ചും ഈ കൃത്യമായ ഒരു ഏകോപനം ഈ മഴയെ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന വിമർശനം. അത് പരമാവധി CPM ആ തരത്തിൽ ആ വിമർശനമായി കൊണ്ടുവരുന്നുണ്ട്. അതും പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു രീതി, ഈ പ്രളയത്തെ കൈകാര്യം ചെയ്ത രീതി, അതിനെ സമൂഹ മാധ്യമങ്ങളിലടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രചാരണം ശക്തിപ്പെടുത്തുന്നത്. ഒപ്പം ഈ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഒരു ചെറിയ പിഴവ് പോലും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ മന്ത്രിമാരുടെയോ ഒക്കെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയാക്കും. അതാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യമൊക്കെ ചോദിക്കുമ്പോൾ അത് ഓഫീസ് വിശദീകരിക്കുമെന്നുള്ള മറുപടിയാണ് നൽകിയത്. അതിനെല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശനമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ LDFും CPM എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും അത്തരത്തിൽ പ്രചാരണം കടുപ്പിക്കാനാണ് ശ്രമം. ഏതായാലും ആദ്യഘട്ടത്തിൽ CPMും CPIയും എല്ലാം ഇറക്കിയ വാർത്താക്കുറിപ്പ് തന്നെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഇറങ്ങണം എന്ന അണികളോടുള്ള സന്ദേശമായിരുന്നു. എന്നാൽ അത് രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്.